ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയുടെ ഓഫീസാണ് കാണിക്കുന്നത്. അവർ ക്യാബിനിലിരുന്ന് എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വാസുദേവൻ അങ്ങോട്ടേക്ക് വന്ന് വാതിലിൽ മുട്ടുന്നുണ്ട്. അമ്മ ബാബാ ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ്. എന്തൊക്കെ തിരക്കാണെങ്കിൽ ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞപ്പോൾ മേഘ പറയുന്നുണ്ട് തിരക്കൊന്നുമില്ല, ഇരുന്നോളൂ. അപ്പം തന്നെ വാസുവിൻ്റെ മുഖം ആകെ ഡള്ളായിട്ടാണുള്ളത്. വാസുദേവനോട് മേഘ ചോദിക്കുന്നുണ്ട്, എന്താ ജ്യോതിയുടെ അവസ്ഥയൊക്കെ എങ്ങനെ, സുഖമാണോ? ആ, ജ്യോതിയൊക്കെ നന്നായിരിക്കുന്നു മോളെ. പിന്നെ ജാനകി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ജാനകി ഞാൻ പോയ ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല മേഘ. എന്നാൽ മഹേന്ദ്രനും ത്യാഗരാജനും എനിക്ക് മാപ്പ് തന്നാൽ കൂടി ചന്ദ്രിക എനിക്ക് മാപ്പ് തരുമെന്ന് തോന്നുന്നില്ല മേഘ. അവരെയും അത് പറഞ്ഞ് ചന്ദ്രിക തിരുത്തുകയാണ്. മാത്രമല്ല, ഞാൻ ജാനകിയുടെ സ്വത്തിനും സ്വർണത്തിനും വേണ്ടിയിട്ടാണ് വീണ്ടും ജാനകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് നിർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചന്ദ്രിക. അവരെ എല്ലാവരെയും അത് ബോധ്യപ്പെടുത്താനാണ് അവൾ ശ്രമിക്കുന്നത്. അവൾ അത് തന്നെ ഉറച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മേഘ ഇങ്ങനെ വാസുദേവൻ പറയുന്നത് കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയുടെ നേരെ കുറ്റം പറയുന്നു വിചാരിച്ച വാസുദേവനോട് മേഘ പറയുന്നുണ്ട്, പക്ഷേ അതുതന്നെയല്ലേ അമ്മാവ സത്യം. അത് കേട്ടപ്പോൾ വാസുദേവനൊന്ന് ഞെട്ടിപ്പോവാണ്. ഇതെന്താ മേഘ, നീയും ചന്ദ്രിക പറയുന്നത് പോലെ തന്നെ പറയുന്നേ? ആ യാഥാർത്ഥ്യം മേഘയ്ക്ക് അറിയാമെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ മാറ്റി പറയാണ്, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞത് അമ്മാവാ. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ വീണ്ടും നിങ്ങൾ കയറി പറ്റണം. പഴയതുപോലെ തന്നെ നിങ്ങൾ ജാനകി അമ്മായിയുടെ കൂടെ ഒന്നിച്ച് ജീവിക്കണം. ഇനി അതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല മേഘ. അതിനൊക്കെ ആ ചന്ദ്രിക വിലങ്ങ് തടിയാണ്. ആരൊക്കെ എന്നോട് ക്ഷമിച്ച് വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചാലും ചന്ദ്രിക എന്നെ കയറാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ വിട്. ജാനകി അമ്മായി ജീവിതത്തിലേക്ക് നിങ്ങളെ സ്വീകരിച്ചാൽ പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാസുദേവൻ്റെ മനസ്സിലേക്ക് മേഘ ഓരോരോ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അമ്മാവാ, കാലിന് സുഖമില്ലാതെ ജീവിതം അടുത്തിട്ട് ജീവിക്കുകയായിരുന്ന ജാനകി അമ്മായിക്ക് നിങ്ങളാണൊരു ജീവിതം കൊടുത്തത്. നിങ്ങൾ ജീവിതം കൊടുത്തത് കൊണ്ടാണ് അവർ ഇത്രയും കാലം സന്തോഷത്തോടെ ജീവിച്ചത്. ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് നിങ്ങൾക്ക് പറ്റിയെന്ന് കരുതിയിട്ട് നിങ്ങളെ മുഴുവനായിട്ട് അങ്ങനെ വെറുക്കുന്നത് ഒരുപാട് വലിയ തെറ്റാണ് അമ്മാവ. വാസുവിൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് മേഘ തുറന്നു കാണിച്ചു കൊടുക്കുവാണ്. മഹേന്ദ്രൻ അച്ഛനും ത്യാഗരാജൻ മുത്തശ്ശനും നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് ഒരു കണക്കിന് നമുക്ക് അംഗീകരിക്കാം. എന്നാൽ ജാനകി അമ്മായി നിങ്ങളോട് ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം മരിക്കും വരെ അവർ നിങ്ങളോട് കടപ്പെട്ടവളായിരിക്കണം. ആരൊക്കെ ചേർന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഒരു കാരണവശാലും ജാനകി അമ്മായി നിങ്ങളെ വിട്ടുകൊടുക്കാൻ പാടില്ല അമ്മാവ. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ ജാനകി അമ്മായിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ശരിയെന്ന് മേഘ വാസുദേവൻ്റെ മനസ്സിനെ അടിച്ചേൽപ്പിക്കുകയാണ്. കേൾക്കെ അയാൾക്കും അതുതന്നെയാണ് ശരി. കാരണം ജാനകിയാണ് തന്നോട് തെറ്റ് ചെയ്തത് എന്നാണ് തോന്നുന്നത്. അയാൾ ചെയ്ത തെറ്റിനെ പൂർണ്ണമായിട്ടും മറച്ചു വെക്കുകയാണ്. മേഘ പറഞ്ഞത് കേട്ടപ്പോൾ അയാൾ ശരിക്കും തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ജാനകി അമ്മായിയെ വിട്ട് അകന്നകന്ന് പോകുന്നതിനനുസരിച്ച് അവരെല്ലാവരും നിങ്ങളെ വലിയൊരു കുറ്റക്കാരനാക്കി മാറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജാനകി അമ്മായിയെ വിട്ട് അകന്ന് പോവാൻ പാടില്ല അമ്മാവ. അങ്ങനെ പോവാതെ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ആ കുടുംബത്തിലേക്ക് തന്നെ കയറി ചെല്ലണം. ഇത്രമാത്രം കുറ്റപ്പെടുത്താൻ അവർ നിങ്ങൾക്ക് എന്താ തന്നിട്ടുള്ളത്? പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല അമ്മാവ. മേഘ പറയുന്നത് ശരിയാണല്ലോ എന്നാണ് വാസുദേവൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പം മേഘ ഇങ്ങനെ ചൊല്ലി കൊടുക്കുവാണ്. എന്നാൽ 25 വർഷമായിട്ട് ആ കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. അവരെങ്ങനെ നിങ്ങളെ വെറും കൈയോടെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്? നിങ്ങൾക്ക് ആ വീട്ടിൽ ജീവിക്കാൻ എല്ലാ അർഹതയുണ്ട്. നിങ്ങൾ പോയി ജാനകി അമ്മായിയോട് എല്ലാ അർഹതയോടും കൂടി സംസാരിക്കുക. വാസുദേവനാണ് ശരിയെന്ന് പറഞ്ഞ് മേഘ മനസ്സിലാക്കി കൊടുക്കുവാണ്. ഒരു കാര്യം പറയാം, ഒന്ന്, നിങ്ങളെ അവരാ വീട്ടിലേക്ക് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശമുള്ള സ്വത്ത് തരാൻ പറയും. മേഘ പറയുന്നത് മുഴുവൻ ക്ഷമയോടുകൂടി വാസുദേവൻ കേട്ടിരിക്കുകയാണ്. അവസാനം അയാൾക്ക് തന്നെ തോന്നുവാണ്, മേഘ പറഞ്ഞതൊക്കെയാണ് ശരി. ഞാൻ എന്തിനാ ഇങ്ങനെ ഭയന്നുകൊണ്ട് അവരുടെ മുന്നിൽ പോയി നിൽക്കുന്നത്? എനിക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള എല്ലാ അർഹതയുണ്ട്. ഇത്രയും വർഷം 25 വർഷത്തോളം ജാനകിയെ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കിയത് എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവുകയാണ്. അവസാനം അയാൾ പറയുന്നുണ്ട്, ശരി മേഘ, നീ പറഞ്ഞതുപോലെ ഞാൻ പോയി ജാനകിയോട് സംസാരിക്കാം, ഞാൻ പോയി വരാം മേഘ എന്ന് പറഞ്ഞിട്ട് വാസു അവിടുന്ന് പോവുകയാണ്. അപ്പോൾ മേഘ ഒരു കൗശലത്തോടെ ചിരിക്കുന്നുണ്ട്. കാരണം ചന്ദ്രികയ്ക്കും കുടുംബത്തിനും എത്രത്തോളം പണി കൊടുക്കാം എന്നുള്ളതാണല്ലോ മേഘയുടെ ഒരു അജണ്ട. അപ്പോൾ അവളത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വാസുദേവൻ അവിടെ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന മേഘയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതേസമയം വീട്ടിൻ്റെ ടെറസിന് മുകളിലാണ് സിദ്ധു ഉള്ളത്. അപ്പോൾ അവൻ്റെ മുന്നിൽ നിറയെ
മുറുക്കാനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവേശത്തിൽ വേഗം തന്നെ എടുത്ത് ഒന്ന് വായിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവൻ തന്നെ സ്വയം പറയുന്നുണ്ട്, ആഹാ, നല്ല അടിപൊളി മീൽസ് കൂട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം മുറുക്കാൻ ചവക്കുമ്പോൾ എന്താ ഒരു സുഖം. ഇതേമാതിരി ഡെയിലി കഴിക്കാൻ കിട്ടുവാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ആവേശത്തോടു കൂടി ഓരോരോ മുറുക്കാൻ എടുത്ത് ചവച്ചുകൊണ്ടേയിരിക്കുകയാണ്. സിദ്ധുവിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. കാരണം വയറ് നിറയെ ഭക്ഷണവും കഴിച്ചു, അതും ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സമാധാനത്തോടെ ഇരുന്ന് മുറുക്കാൻ ചവക്കുകയാണ്. അങ്ങനെ അവൻ തന്നെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിഷമത്തോടു കൂടി ചന്ദ്രിക വരുന്നത്. ആ ചന്ദ്രിക, വാ വാ, എന്തു പറ്റി? സിദ്ധുവിന് ചന്ദ്രികയുടെ മുഖത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ദുസ്സൂചന തോന്നുവാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, മുഖം എന്തോ ഒരു വല്ലാത്തതുപോലെയുള്ളത്? ഓ, ഇത്രയും നന്നായി പാചകം ചെയ്തതിന് ശേഷം മുറുക്കാൻ എടുത്തു തരാൻ മറന്നതിലുള്ള സങ്കടമാണോ? ഏയ്, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ മുൻകൂട്ടി തന്നെ മുറുക്കാനുള്ളത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചന്ദ്രിക ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നത്. ഒന്ന് പോ സാർ, ഞാൻ ഓരോരോ ഫുഡും ശ്രദ്ധയോടുകൂടി ഇഷ്ടത്തോടെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അമ്മായി അതിലൊന്നുപോലും എടുത്തില്ല. വെറും തൈര് സാദം കൂട്ടിയിട്ട ചോറ് തിന്നത്. അമ്മായി നോൺ വെജ് കഴിക്കുന്നത് നിർത്തി. അത് ഇനിയും നിനക്ക് അറിയില്ലേ എന്ന് എന്നോട് ചോദിക്കുക ഇങ്ങോട്ടേക്ക്. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ ചോദിക്കുകയാണ്, അമ്മായി ശരിക്കും നോൺ വെജ് കഴിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നോ സർ? അപ്പോൾ സിദ്ധാർത്ഥ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറയാണ്, ആ, അമ്മ നോൺ വെജ് കഴിക്കുന്നതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും ചന്ദ്രികയ്ക്ക് ദേഷ്യവും സങ്കടം വരികയാണ്. പിന്നെ എന്തിനാ സർ ഇത്രയധികം നോൺ വെജ് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് എന്നെക്കൊണ്ട് ഓരോന്നോരോന്നായിട്ട് പാചകം ചെയ്യിപ്പിച്ചത്? അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, ശരിക്ക് പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല നിന്നോട് പാചകം ചെയ്യാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടിയിട്ടാണ്. എന്തോ ചന്ദ്രികയ്ക്ക് കേട്ടത് വിശ്വസിക്കാനാവുന്നില്ല. അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ സർ പറയുന്നത്? അതെ ചന്ദ്രിക, നിൻ്റെ കൈകൊണ്ട് ഇറച്ചി, മത്സ്യം, അതുപോലെ തന്നെ ഞണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഒരു മീൽസ് കഴിക്കണമെന്ന് എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ചന്ദ്രിക. അത് കേട്ടതും ചന്ദ്രികയ്ക്ക് ആകെ വല്ലാതാവുകയാണ്. അപ്പോൾ സിദ്ധു ഇതൊന്നും ശ്രദ്ധിക്കാതെ പറയുന്നുണ്ട്, അത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പേര് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ പേര് പറഞ്ഞാൽ നീ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ചെറുതായിട്ടൊരു കള്ളം പറഞ്ഞ്. ചന്ദ്രികയ്ക്ക് ഇങ്ങനെ സിദ്ധാർത്ഥനെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും പറയുന്നുണ്ട്, എന്നാൽ ചന്ദ്രിക, ഫുഡ് സൂപ്പറായിട്ടുണ്ടായിരുന്നു. നീ ഉണ്ടാക്കിയ ഭക്ഷണം പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാ. ചന്ദ്രിക സിദ്ധാർത്ഥനെ കൊല്ലാനുള്ള കൊലവെറിയിലുള്ളത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അല്ല ചന്ദ്രിക, ഞാൻ ആ സദ്യ കഴിച്ച ഇലയുടെ അടിയിൽ ഒരു മോതിരം വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ, നീ കയ്യിലിട്ടോ? അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, സാറിനെ നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മായിയുടെ പേര് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് നന്നായി കഷ്ടപ്പെടുത്തി അല്ലേ? സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രിക അവളുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് സിദ്ധുവിൻ്റെ തലയ്ക്ക് ഇങ്ങനെ കൊട്ടിക്കൊണ്ടാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. ചന്ദ്രിക, ഞാൻ വെറുതെ ചെയ്തതാ, ചുമ്മാ തമാശക്ക് ചെയ്തതാ, എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ കസേരയ്ക്ക് ചുറ്റും രണ്ടുപേരും ഓടുവാണ്. പക്ഷേ സിദ്ധാർത്ഥിന് കൂടുതലായിട്ട് ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം വയറ് നിറയെ ഫുഡ് കഴിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചന്ദ്രിക പ്ലീസ് ഓടിക്കല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഓടാനാവുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ചന്ദ്രിക ഒരു നിമിഷം, ചന്ദ്രിക വെറുതെ എന്നിട്ട് ഓടിപ്പിക്കല്ലേ ചന്ദ്രിക, ഞാൻ ഈ കഴിച്ച ഭക്ഷണം മുഴുവൻ ഞാൻ ഛർദ്ദിച്ചു പോവും, പിന്നെ നീ തന്നെ വീണ്ടും ഇതൊക്കെ ഉണ്ടാക്കി തരേണ്ടി വരും, അതുകൊണ്ട് വേണ്ട ചന്ദ്രിക എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സിദ്ധു ഓടുന്നത്. ഓഹോ, ഞാൻ ഇനി നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കി തരണം അല്ലേ, നടന്നത് തന്നെ എന്നും പറഞ്ഞിട്ട് ചന്ദ്രിക വീണ്ടും അവനിട്ട് ഓടിക്കുകയാണ്. സിദ്ധാർത്ഥ് വേഗം ഓടിയിട്ട് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, ഞാൻ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയത്. എത്ര പ്രതീക്ഷയോടെയാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കിയത്, എന്നാൽ അവസാനം ഒന്നുപോലും അമ്മായി എടുത്ത് രുചിച്ചു നോക്കിയത് പോലും ഇല്ല. ചന്ദ്രികയ്ക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുവാണ്. അതേസമയം രാത്രിയായപ്പോൾ ജാനകി ഇരുന്നിട്ട് എന്തൊക്കെയോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കള്ളു കുടിച്ചിട്ട് വാസുദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. വാസു വല്ലാത്ത പ്രഷറോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഹേയ് ജാനകി. അപ്പോൾ ജാനകി അയാളെ നോക്കുന്ന സമയത്ത് അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ജാനകിക്ക് വാസുവിനെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുവാണ്. ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വാസു പറയുന്നുണ്ട്, ആ, നീ ഇപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ട്, എന്നാ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുവാണ്. നിന്നെ കല്യാണം ചെയ്ത അന്ന് മുതൽ
ഞാൻ ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ജാനകിക്ക് വല്ലാത്തൊരു കുറ്റബോധവും സങ്കടവും തോന്നുവാണ്. ഈ അവസ്ഥയിലുള്ള നിന്നെ കല്യാണം കഴിച്ച്, അത് കേട്ടതും ജാനകിക്ക് സഹിക്കാനാവുന്നില്ല. കാരണം അത്രയേറെ കെയറിങ്ങോടെ ആയിരുന്നു വാസു അവിടെ നോക്കിയത്. പക്ഷേ ഈ ഒരു മനസ്സിലിരിപ്പോടെ കൂടിയാണ് നോക്കിയതെന്ന് മനസ്സിലായപ്പോൾ ജാനകിക്ക് അത് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അപ്പോൾ വാസു പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ ജീവിതം മുഴുവനായിട്ട് തകർന്നതാടി. എൻ്റെ 25 വർഷമാണ് നിൻ്റെ പിന്നാലെ നടന്നിട്ട് വെറുതെ നശിച്ചത്. എന്നാൽ നീ നിൻ്റെ ഏട്ടൻ്റെ സംസാരവും കേട്ടിട്ട് നിന്നെ ഇത്രയധികം കൊണ്ടു നടന്ന എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി അല്ലേ എന്ന് പറഞ്ഞിട്ട് ജാനകിയുടെ വീൽ ചെയറിന് ചുറ്റിലും നടന്നുകൊണ്ടാണ് വാസു സംസാരിക്കുന്നത്. അല്ല, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ ആരാടി തെറ്റ് ചെയ്യാത്തതായിട്ടുള്ളത്? വാസു ഓരോന്നോരോന്ന് ചോദിക്കുന്നതോറും ജാനകിക്ക് ദേഷ്യം ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് അവരോട് തന്നെ വല്ലാത്ത വെറുപ്പും പുച്ഛവും തോന്നുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ഈ വാസുവിനെയാണല്ലോ താൻ സ്നേഹിച്ചതും ബഹുമാനിച്ചതും എന്നാലോചിച്ചിട്ട്. എന്തോ ഞാനൊരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചു, പക്ഷേ നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് എനിക്കെന്താടി പുണ്യം കിട്ടിയത്? എന്ത് പുണ്യം കിട്ടിയത് നീ പറ? വാസുദേവൻ മദ്യപിച്ച് ലക്കില്ലാതെ സംസാരിക്കുന്ന ഓരോ സംസാരവും ജാനകിയുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. നിന്റെ അച്ഛനും ചേട്ടനും എനിക്ക് എന്താ ചെയ്തു തന്നതെന്ന് നിനക്കറിയുമോ? അവരുടെ കമ്പനിയിൽ എന്നെ അടിമയെ പോലെയാണ് അവർ വെച്ചത്. അത്രയേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എന്നെ ഒരു കൂലിക്കാരനെ പോലെയാണ് നിങ്ങൾ കണ്ടിരുന്നത്. ജാനകിയുടെ കസേരയ്ക്ക് ചുറ്റും നടന്നുകൊണ്ടാണ് വാസു ചോദിക്കുന്നത്. അതല്ലാതെ വേറെ എന്താ ചെയ്തത് പറ? നിന്റെ അച്ഛനും ചേട്ടനും എനിക്ക് ചെയ്ത ദ്രോഹത്തിനേക്കാളും വലിയ ഒരു ദ്രോഹവും ഞാൻ നിനക്ക് ചെയ്തിട്ടില്ല. ജാനകി വല്ലാത്ത നാണക്കേടോടുകൂടിയാണ് ഇരിക്കുന്നത്. നിന്റെ കൂടെ ജീവിച്ചതിന് നിനക്ക് ലഡു പോലുള്ള 2 മക്കളെയാണ് ഞാൻ തന്നത്. ജാനകി പുച്ഛത്തോടെ നിൽക്കുകയാണ്. ഞാൻ നിനക്ക് ജീവിതമാണ് തന്നത്. ആ നന്ദി പോലും ഇല്ലാതെയാണ് നീ എന്നോട് പെരുമാറുന്നത്. എന്നാൽ നിന്റെ ഏട്ടനും നിന്റെ അച്ഛനും ആ ഒരു നന്ദിയോ വിശ്വാസമോ എൻ്റെ മേലുണ്ടായിരുന്നില്ല. അവർക്ക് 2 പേർക്കും ഇല്ലാത്തത് പോട്ടെ, എൻ്റെ കൂടെ ജീവിച്ച നിനക്ക് പോലും ഇല്ലേ? ഞാനില്ലാതെ ആരാടി നിനക്ക് വില വെക്കുക? സ്വന്തം ഭർത്താവിനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടവളാണെന്ന് ഈ ലോകം മുഴുവൻ നിന്നെ നോക്കി അലറി വിളിച്ചു പറയും. ജാനകി വാസുവിൻ്റെ ഓരോരോ സംസാരവും കേട്ട് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മദ്യപിച്ചതിന് ലെക്ക് കെട്ടിട്ടാണ് വാസു സംസാരിക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, ആരതിയെ അവസാനം വരെ ഒരാൾ പോലും കല്യാണവും കഴിക്കില്ല. അവസാനം തൻ്റെ മകളെക്കുറിച്ച് കൂടി പറഞ്ഞത് കേട്ടപ്പോഴേക്കും ജാനകിയുടെ നില തെറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴും വാസു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, സ്വന്തം ഭർത്താവിന് വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടവളുടെ മകളെന്ന പേര് കെട്ടിക്കഴിഞ്ഞാൽ അവസാനം വരെ ആരതിക്കൊരു നല്ല ജീവിതം പോലും ഉണ്ടാവില്ല. ഇങ്ങോട്ട് നോക്ക്. നിന്റെ മകൾക്ക് നീ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ഈ വീട്ടിൽ ഭർത്താവായിട്ട് ഞാൻ കൂടി ഉണ്ടാവണം. വാസുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ജാനകിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസു പറയാണ്, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അവസാനം വരെ നിന്റെ മകൾക്ക് കല്യാണം പോലും നടക്കില്ല. ഈ വീട്ടിൽ ഒരുപാട് മുറികളുണ്ടല്ലോ, ആ ഏതെങ്കിലും ഒരു മുറിയിൽ നിന്റെ മകളെ നീ അടച്ചിടേണ്ടി വരും. ജാനകി വാസുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ എൻ്റെ ദയ നിനക്ക് വേണടി. അവസാനം എല്ലാത്തിനും ശേഷം ജാനകി പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവൻ്റെ മകളെന്ന് പറഞ്ഞിട്ട് ആരതിയെ കല്യാണം നടത്തുന്നതിനേക്കാൾ എനിക്കിഷ്ടം അച്ഛനില്ലാത്ത മകളെന്ന് പറഞ്ഞിട്ട് അവളുടെ വിവാഹം നടത്തി കൊടുക്കാനാ. അത് കേട്ടപ്പോൾ വാസു ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരുത്തൻ അവളുടെ അച്ഛനാണെന്ന് പറയുന്നത് അവൾക്കാണ് അപമാനം. ആ അപമാനം എൻ്റെ മകൾക്കും ആവശ്യമില്ല, എനിക്കും ആവശ്യമില്ല. അത് കേട്ടപ്പോൾ വാസുവിന് ദേഷ്യം വരികയാണ്. എത്ര വർഷം നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പട്ടിയെ പോലെ അധ്വാനിച്ചടി. നീ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വർഷം അധ്വാനിച്ചതിനുള്ള പൈസ എനിക്ക് സെറ്റിൽ ചെയ്. അതുകൂടി കേട്ടപ്പോൾ ജാനകി പറയുന്നുണ്ട്, നാണയില്ലേ നിനക്ക്? നീ കല്യാണം കഴിച്ച പെണ്ണിനെ പോലും നീ വിശ്വസ്തനായ ഒരു ഭർത്താവായിരുന്നില്ല. അവളെ പോറ്റാൻ പോലും അവളുടെ ആങ്ങളുടെയും അച്ഛൻ്റെയും സഹായം വേണം. അങ്ങനെയുള്ള നീ വന്നിട്ട് എന്നോട് സെറ്റിൽമെൻറ്റ് ചോദിക്കുന്നോ? ഈ വീട്ടിൽ നിന്ന് ഒരു തുരുമ്പ് പോലും നിനക്ക് കിട്ടില്ല. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. നിനക്കും എനിക്കും തമ്മിലുള്ള എല്ലാ ബന്ധവും എപ്പോഴോ അവസാനിച്ചു. അപ്പോൾ മദ്യപിച്ചത് കൊണ്ട് തന്നെ ജാനകിയുടെ ഓരോ വാക്കും വാസുവിനിങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി മേലാൽ
ഭാര്യ മക്കൾ എന്ന് പറഞ്ഞിട്ട് അധികാരം കാണിച്ചുകൊണ്ട് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്ര തന്നെ. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. എന്താടി താണ് തരുന്നതിനനുസരിച്ച് നീ തലേ കയറി നിരങ്ങുവാണോ? ഇപ്പം നിനക്കെന്ത് ഇത്ര അധികം അഹങ്കാരം കൂടിയത്? ഓ, നിന്റെ ഏട്ടൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള അഹങ്കാരം കൊണ്ട് സംസാരിക്കുകയാണോ നീ? നിന്റെ ഏട്ടൻ അത്ര വലിയ പണക്കാരനാണെങ്കിൽ ആദ്യം എനിക്ക് തരാനുള്ള പണം തരാൻ പറയടി, എന്നിട്ട് എന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ. അത് നോക്കട്ടെ ഞാൻ. എന്ത്, നിനക്ക് അവകാശപ്പെട്ട സ്വത്തോ? അദ്ദേഹത്തിനാണ് നിനക്ക് സ്വത്ത് തരേണ്ടത്. ഈ കുടുംബത്തിന് വേണ്ടി എന്ത് മലയാ നീ മറിച്ചത്? ഞങ്ങളുടെ കമ്പനിയിൽ ഒരു സാധാരണ ലേബറായിട്ടാണ് നീ ജോലിക്ക് ചേർന്നത്. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് നിനക്ക് ആ ഓഫീസിൽ വലിയ സ്ഥാനം തന്ന് നിന്നെ വലിയ ആളാക്കിയിട്ട് എൻ്റെ ഏട്ടൻ മാറ്റിയത്. ഒരർഹതയുമില്ലാത്ത നിനക്ക് അത്രയും വലിയൊരു പദവി എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരൻ ചെയ്തത്. ഇത്ര വർഷത്തിൽ നിനക്ക് എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം എൻ്റെ ഏട്ടൻ ചെയ്തിട്ടുമുണ്ട്. വാസു വലിയ ആളെപ്പോലെ അഹങ്കാരത്തിൽ നിന്നപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്നാ എൻ്റെ ഏട്ടന് മനസ്സിലാക്കാത്ത വിധത്തിൽ ഓഫീസിലുള്ള പണം തട്ടിയെടുത്ത് അത് കൊണ്ടുപോയി നീ ആ ജ്യോതിക്ക് കൊടുത്തിട്ട് ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചില്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്കിക്കോ. ഇനി ഒരു പ്രാവശ്യം കൂടി പണം വേണം, സ്വത്ത് വേണം, പങ്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത്. അങ്ങനെ ഒരു തവണ കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മര്യാദയോട് കൂടി ഞാൻ സംസാരിക്കില്ല. ഏയ്, എന്താടി നിനക്ക്? കല്യാണം കഴിച്ച ഭർത്താവാണെന്ന് പോലും ഓർക്കാതെ അത്രയ്ക്ക് അഹങ്കാരത്തോടെ സംസാരിക്കുന്നോ? നിനക്ക് എവിടുന്നാണ് ഇത്രയ്ക്ക് അഹങ്കാരം വന്നത് എന്ന് പറഞ്ഞിട്ട് ജാനകി ചൂണ്ടിയ വിരൽ പിടിച്ചിട്ട് കൈ പിടിച്ചൊടിക്കുകയാണ്. ജാനകിക്ക് തിരിച്ചൊന്നും പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത്രയും ബഹളം കേട്ടിട്ട് അങ്ങോട്ട് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ജാനകിക്ക് അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. ജാനകിയുടെ കൈ പിടിച്ച് വാസുദേവൻ മധ്യലഹരി ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് ജീവിതം തന്ന ഭിക്ഷക്കാരനാടി ഞാൻ. അങ്ങനെയുള്ള എന്നെയാണോ നീ നാണം കെടുത്തുന്നത് എന്നും പറഞ്ഞിട്ട് ജാനകിയുടെ കൈ ഇങ്ങനെ പിടിച്ചൊടിച്ചിട്ട് ജാനകിയുടെ സൗണ്ട് കേട്ടപ്പോഴാണ് ആരതി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള ബഹളാണെന്ന് പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട്, അമ്മയെ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. പക്ഷേ വാസുദേവൻ മദ്യപിച്ചതുകൊണ്ട് തന്നെ മകളെയും ഭാര്യയൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ജാനകിയെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആരതിയെ പിടിച്ച് തള്ളുകയാണ്. ആരതി അവിടെ നിലത്ത് പോയിട്ട് വീഴുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.